ബ്യൂട്ടി പാർലറിൽ പോവാതെ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ പെഡിക്യൂർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ കാലിൻ്റെ ഇടയിലുള്ള ചളി, വിരലുകൾക്ക് ഇടയിലുള്ള ചളി, പിന്നെ കാലിന്മേലുള്ള വിള്ളലുകൾ, നഖത്തിൻ്റെ ഇടയിലുള്ള ചളികളൊക്കെ എങ്ങനെ കളയാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വട്ടമുള്ള പാത്രം എടുത്തിട്ട് അതിലോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക. കൂടുതൽ ചൂട് പാടില്ല. കാല് അതിൽ വെക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളം എടുക്കുക. പിന്നെ നമ്മൾ നാരങ്ങയാണ് ഇവിടെ എടുത്തത്. അപ്പോൾ ഒരു നാരങ്ങ വേണം. അപ്പോൾ ആ നാരങ്ങൻ്റെ നീര് ഇതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നാരങ്ങ, ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുക്കുക. അതോ വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. നല്ല നീരുള്ള നാരങ്ങ എടുക്കുക. അപ്പോൾ ഞാനെടുത്ത നാരങ്ങക്ക് കുറച്ച് നീര് കുറവാണ്. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് നീരുള്ള നാരങ്ങ എടുക്കുക. അപ്പോൾ ഇതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് സോഡാ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ അടുത്ത് ഏത് ഷാമ്പു ആണ് ഉള്ളത് വെച്ചാൽ ആ ഷാമ്പു എടുക്കുക. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ ഷാമ്പു ആണ്. അപ്പോൾ ഞാൻ ഈ ഷാമ്പു ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളുടെ കാല് ഇതിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് രണ്ട് കാലുകളും പരസ്പരം നന്നായിട്ട് ഒന്ന് വരുതി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും വെള്ളം ആകാനുള്ള സ്ഥലത്ത് വെള്ളം ആക്കുക. പിന്നെ നിങ്ങൾ നേരത്തെ അതിലോട്ട് പിഴിഞ്ഞിട്ടിരുന്ന ആ നാരങ്ങ വെച്ചിട്ട് കാല് നന്നായിട്ടൊന്ന് എല്ലായിടത്തും വരുതി കൊടുക്കുക. നമ്മളെ വിരലുകളുടെ ഇടയിലും കാലിൻ്റെ അടിയിലും കാലിൻ്റെ മടമ്പിലും എല്ലായിടത്തും അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരുതി കൊടുക്കുക. പിന്നെ അത് വരുതി കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത്, നമ്മളുടെ അടുത്ത് ഏത് ബ്രഷാണോ ഉള്ളത് ആ ബ്രഷ് വെച്ചിട്ട്, കാല് വരുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. എൻ്റെ അടുത്തിപ്പോൾ കാല് വരുന്ന ബ്രഷില്ല. അപ്പോൾ ഞാൻ ബ്രഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഒന്ന് ഒരുതി കൊടുക്കുക. വിരലുകൾക്ക് ഇടയിലും നഖവും നന്നായിട്ടൊന്ന് ഒരുതി കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത്, നമുക്ക് നമ്മുടെ നഖം ഒന്ന് മുറിക്കണം. അപ്പോൾ നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് നഖം ഒന്ന് മുറിക്കാം. അപ്പോൾ നെയിൽ കട്ടറിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും ഇതുപോലുള്ളൊരു സാധനം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മളുടെ നഖത്തിൻ്റെ ഇടയിലൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. വെള്ളത്തിൽ വെച്ച് നഖമൊക്കെ ഒന്ന് പൊതിർന്നുകൊണ്ട് വല്ലാത്തൊരു വേദന ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ നഖവും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് ഇനിയൊരു പാക്കാണ് ഇടാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോഫി പൗഡറും എടുത്തു. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു പാക്ക് രൂപത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മളുടെ കാലിൻ്റെ എല്ലാ ഭാഗത്തും ഇത് തേച്ച് പിടിപ്പിക്കുക. നഖത്തുമ്മ ആവാതെ ശ്രമിക്കുക. നഖത്തുമായ മഞ്ഞളുള്ളതുകൊണ്ട് നഖം മഞ്ഞ കളറാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതാകാത്ത വിധത്തിൽ എല്ലായിടത്തും ഇത് ആക്കുക. ഇനി ഇതൊരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇനി നമുക്ക് കഴുകണം. എന്നിട്ട് ഇത് സ്ക്രബ് ചെയ്ത് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കണ്ട് നമുക്കിത് വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. എന്നിട്ട് ഈ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇനി നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നല്ല ഉണങ്ങിയ തോർത്ത് വെച്ചിട്ടോ നല്ല തുണികൾ വെച്ചിട്ടോ കാല് നന്നായിട്ടൊന്ന്
നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും കാലുമുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.